പുഷ്പാഞ്ജലി വെച്ചിന് എൻ്റെ വീട്ടിലും എല്ലാവരുടെ വീട്ടിലും കഴിച്ചിന്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് അച്ഛൻ്റെ പിറന്നാളാണ് കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ പോയി പുഷ്പാഞ്ജലി കഴിച്ചതിൻ്റെ കാര്യമൊക്കെ പറയാൻ കേട്ടോ. അമ്പലത്തിൽ പോയപ്പോൾ എല്ലാവരും പേരിലും പുഷ്പാഞ്ജലി കഴിച്ചിട്ട് അങ്ങനെയൊക്കെ പറയാൻ കേട്ടോ. അച്ഛൻ്റെ പിറന്നാളായതുകൊണ്ട് ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. പെട്ടെന്നുണ്ടായ തീരുമാനമാണ് കേട്ടോ. ഞാനും ചേച്ചി ഏട്ടനോട് അങ്ങനെ തീരുമാനിച്ച്, അങ്ങനെ വേറെ ആരുമില്ല, ഞങ്ങൾ തന്നെ അങ്ങനെ കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പോകുന്ന വഴി കുറച്ച് ഡെക്കറേഷൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ചിരുന്നു. ബലൂണും പിന്നെ ഹാപ്പി ബർത്ത്ഡേ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ മേടിച്ചിരുന്നു കേട്ടോ. അതൊക്കെ സെറ്റാക്കുന്ന പരിപാടിയാണ് കേട്ടോ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റൂം അടച്ചിട്ടിട്ടാണ് കേട്ടോ ഡെക്കറേഷൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയത്. കാരണം അച്ഛൻ അറിയരുതല്ലോ, അച്ഛൻ അറിയാതെ രാത്രി എല്ലാവരും വന്നിട്ട് അങ്ങനെ സർപ്രൈസ് കൊടുക്കാമെന്നുള്ള പ്ലാനാണ് ഞങ്ങൾക്ക്. പക്ഷേ അച്ഛൻ എന്തൊക്കെയോ ഡൗട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇടയ്ക്കിടയ്ക്ക് പോയി ഡോർ അടയ്ക്കലും അങ്ങനെ കാര്യങ്ങളൊക്കെ അല്ല അങ്ങനെ ഉണ്ടാവില്ലല്ലോ. ഏതായാലും ചെറിയൊരു ഡൗട്ടൊക്കെ തോന്നിയത്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ എല്ലാവരും എത്തി. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് കേട്ടോ ബാക്കി ഡെക്കറേഷൻ്റെ പണിയൊക്കെ ചെയ്തത്. അപ്പോഴത്തേക്ക് നമ്മൾ ഓർഡർ ചെയ്ത കേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. വലിയ ഡെക്കറേഷൻ ഒന്നുമില്ല, സിമ്പിളായിട്ട് ചെറിയ രീതിയിലൊരു ഡെക്കറേഷനാണ് കേട്ടോ. പിന്നെ എല്ലാവരുടെയും കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. പിന്നെ എല്ലാവരും കൊണ്ടുവന്ന് ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഞങ്ങൾ അച്ഛന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ റൂമിൽ ഡെക്കറേഷൻ ചെയ്തിരുന്നത്. പിന്നെ അതൊക്കെ ഞങ്ങൾ ഡൈനിങ് ഹാളിലേക്ക് മാറ്റിയിട്ടോ. അപ്പോഴത്തേക്ക് അതിൻ്റെ കഥ ഏകദേശം കഴിഞ്ഞിരുന്നു കേട്ടോ. പിന്നെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു.
കേക്കൊക്കെ മുറിച്ചതിന് ശേഷം പിന്നെ എല്ലാവരും ഡാൻസും പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ. ആരെയും ഏട്ടൻ വെറുതെ കിട്ടില്ല കേട്ടോ, എല്ലാവരും ഡാൻസ് കളിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ.